നോക്ക് നോക്കണോ, എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട്. വീട് വിറ്റ് കൊടുത്താൽ 1000 തരാം 10,000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട 10,000 വേണ്ട. ഒരു ബീഡിക്കുള്ള കാശ് 10 പൈസ. തെണ്ടിയുടെ മോൻ. ആ അയാളെ നിധി കുഴിച്ചെടുക്കട്ടെ, അപ്പൊ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുഴിച്ചെടുക്കുമെന്ന് അയാൾ പറഞ്ഞത്. നില്ലേ നില്ലേ, നീ ധൈര്യമായിട്ട് നില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധി വേറെ കഴിച്ചു ഓടുന്ന കാര്യം. അപ്പൊ ഞാനോ അവസാനം ഞാൻ ഗോപി വരയ്ക്കണം? അത് നീ വരച്ചോ? അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീതിച്ചെടുത്ത് നമുക്ക് കാടുവിടാം. ഇതൊക്കെ നടക്കോ? കാണിച്ചു തരാം. ഈശ്വരാ, ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി. ഇങ്ങനെയാണോടോ വെള്ളം പറ്റിക്കുന്നേ? എന്റെ പൊന്നു മുതലാളി, ഈ വെള്ളം ആറ്റി വന്നാലേ കുളത്തിലെ വെള്ളം വച്ചു. എടോ കളിതമാശ കളാ. ഇപ്പൊ നേരം വെളുക്കും. നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കണോ? പ്രശ്നങ്ങൾക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ. നടുവ് കൊളുത്തിയപ്പോഴാ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാതെ കോരടോ. ഒന്ന് വേഗം കോരടോ. ആ കോരുന്നൊന്ന് വേഗം ആയിക്കോട്ടെ, ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. അപ്പഴേ മുരളി, പുറത്തേക്കൊരു കണ്ണ് വേണം. ശനിയുടെ ദൃഷ്ടി പോവാ, ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ജനീ കുഴക്കല്ലേ. തോമ തോമ മോനെ തോമ തോമ, അവൻ വല്ലാതെ ക്ഷീണിച്ചു. നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കാണല്ലോ. കുടിക്ക് തോമ. വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരാ. വെള്ളം വെള്ളം. വെള്ളം തീർന്നു മുതലാളി. മധ്യേ കമലധരം. മുഖ മുഖ പാഴ വെട്ടി പുളികൻ പാഴ. എല്ലാരും കൂടെ അവസാനം എനിക്കിട്ട് പാര വെക്കുവോടോ? അന്തുവേ, കൂടപ്പറപ്പുകൾ എങ്ങനെ വിശ്വാസമില്ലാണ്ടായ എങ്ങനെയാ പിള്ളേച്ച? അങ്ങനെ ഒരു അത്യാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാഷെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഇത് വെട്ടി പൊളിക്കില്ലായിരുന്നോ? നീതിയുടെ പൊടി പോലും മുതലാളി കാണില്ലായിരുന്നു. അത് ന്യായം. എടുത്തു കൂടി ചന്തുവേ. തോമ ആഞ്ഞു വെട്ടിക്കോളൂ. എന്റെ കർത്താവേ, ഈശ്വര, കുഴിച്ചു ചെല്ലുമ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വന്നാ നിങ്ങൾ എന്നെ ആ കുഴിയിലിട്ട് മൂടിക്കോളും. ഞങ്ങൾക്ക് കള്ളം പറയില്ല മുതലാളി. കൂടിയ 3 അടി താഴ്ച. സൂര്യപ്രഭോ നിധി സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നിധി കുംഭം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പ്രമാണം. എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങടോ തോമ. എന്റെ ഈശോ. നിക്ക് നിക്ക്, വെട്ടാൻ വരട്ടെ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ?
എന്നാലും ഒന്ന് ഓർപ്പിക്കാനാ. ഉരുപ്പിടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേച്ചൻ പറഞ്ഞ വാക്ക്. എനിക്ക് അതിമോഹം ഒന്നുമില്ല ദൈവമേ. പറഞ്ഞ വാക്ക് 3-1. എനിക്കത് മതി. എന്റെ ഒരു മോളാണ് സത്യം. 3-1. അപ്പൊ പിന്നെ തോമയോ? അതും ഓർമ്മയുണ്ട് മോനെ. 10 സെന്റ് പുരയിടവും ഓടിട്ട ഒരു വീടും കള്ള് ഷാപ്പിനടുത്ത്. ആ ഏറിപ്പൊടിയകത്ത് ഒരെണ്ണത്തിന്റെ തല പുറത്ത് കണ്ടുപോലും വിട്ട് ഞാൻ കൂടാനിക്കും. ആവശ്യമുള്ളപ്പോ വിളിക്കല്ല. നോക്കി നിൽക്കാൻ വ്യക്തമാ. രക്തയല്ലേ? എന്താ കൂടെ അവിടെ വെട്ടിക്കോളൂ. അങ്ങനെ സേതു, സേതു, എന്താ ഈ നേരത്ത്? നാളെ കാലത്തുള്ള ഫസ്റ്റ് ട്രെയിനിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എന്താ പെട്ടെന്ന്? വിശദമായിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. ആ, ദാസേട്ടന്റെ കല്യാണം തീരുമാനിച്ചു. അമ്മയോട് പറയണം. ഒത്താൽ കൂട്ടിക്കൊണ്ട് പോരണം. പോകുന്നതിന് മുമ്പ് എന്തോ സേതുവിനെ കണ്ട് യാത്ര പറയണം തോന്നി. എന്ന് തിരിച്ചു വരും? കഴിയുന്നതും പെട്ടെന്ന്. വരാതെ പറ്റില്ലല്ലോ. അതെന്താ? ഈ പാതിരാക്കി ഇങ്ങനെ പറയേണ്ടതല്ല. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയട്ടെ. എന്ത്? എനിക്ക് സേതുവിനെ ഇഷ്ടമാണ്. വേഗം വിട്ടണോ സന്തോയെ. നോക്കി നിൽക്കാതെ. ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരും ഉറങ്ങിയില്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നടുമുറ്റത്തെ കുളം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിക്കേ? അതിനർത്ഥം വേണ്ട നിധിയുണ്ട് പോലും. അതുകൊണ്ടാണ് അത്ര വീട് ഒഴിപ്പിച്ചത്. നിധിയോ? പണ്ട് ഗോപന്റെ കയ്യിൽ ഒരു ചെമ്പുതകട് കിട്ടിയില്ലേ? അതിൽ നിന്നാണ് അത്ര വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോ അതിനായിരുന്നല്ലേ സേതുവിന്റെ അച്ഛൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്ത് ചെയ്യാൻ പറ്റും? കാശെന്ന് പറഞ്ഞാൽ അച്ഛന് വല്ലാത്തൊരു ആർത്തിയാ. നല്ലൊരു ഷോക്ക് കൊടുത്താലേ പഠിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ദൈവമേ, കിഴക്ക് വെള്ളം കയറി തുടങ്ങി. തന്തുവേ, ആദ്യം പിടിച്ചാൽ എങ്ങനെയാ? വേവുന്നത് ഇരിക്കാമെങ്കിൽ പിന്നെ ഗണകോ മുക്കോൾ ശ്രീയങ്കുലം. അതായത് 3 കോലും 3 അങ്കുലവും. അതാണ് പ്രമാണപ്രകാരം കുഴിയുടെ അളവ്. ഇനി എത്ര ബാക്കിയുണ്ട്? കൂടിയ 3 അടി താഴ്ച, 2 അടി. കുംഭത്തിന്റെ മുഖഭാഗം കണ്ടു. മോനെ ചക്കരെ, കുടത്തിന് എന്ത് വലിപ്പം കാണൂടോ? കുഞ്ചലവസ്തകോ. മനസ്സിലാകുന്ന ഭാഷ പറയടോ. അതായത് ഒരാനക്കുട്ടിയുടെ മസ്തകത്തിന്റെ താഴെയുടെ വലിപ്പം. അതാണ് ഒത്തല്ലോ. തോമ, ഇയാൾ എവിടെന്ന ഇത്ര കുടിച്ചു വന്നേ? എന്താടോ പന്നി പട്ടയടിച്ച് ഔട്ടായി. കുരുത്ത ദോഷി, മാറ്റിയിടവനെ. ഇനി ഞാൻ കുഴിക്കാം. വേണ്ട, മേലെ എനക്കണ്ട, ഞാൻ വെട്ടിക്കോളാം. പണ്ട് ഞാനും കുറെ കുഴി വെട്ടിയതാ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. മാറണല്ല.
തുറക്ക് മുതലാളി, തുറക്ക് പിള്ളേച്ച. ഞാൻ തുറന്നോളാം, എന്റെ കൂടെ ഞാൻ തുറന്നോളാം. എന്റെ പുറകെ വന്നാലോ നിക്കണോ? വെട്ടും ഞാൻ. മാറിക്ക് പോയിക്കോ. മര്യാദ ചെയ്യണടാ. തെണ്ടി നിക്കടാ. എല്ലാത്തിനും കൊട്ടി ഞാൻ പോവാനാ പറഞ്ഞത്. അയ്യോ, നിക്കടാ. കള്ള കട നിക്കടാ. തെണ്ടി. ആ എടോ, താൻ ഗണകനാണെങ്കിലും തന്നേക്കാൾ മുമ്പ് ഗണിക്കുന്നവനാണ് ഞാൻ. തന്റെ അപ്പൂപ്പന്റെ ബുദ്ധിയല്ല എന്റെ അപ്പൂപ്പന്റെ ബുദ്ധി. താൻ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതിനാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. കുത്തി കൊടലെടുക്കും. ഇരുന്നോ, ഇരുന്നോ. ഞാൻ നോക്കട്ടെ. പണിക്കരെ ക്ഷമിക്കണം പണിക്കരെ, കാര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോളാം. ആരും കൂടണ്ട. ഇതെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെ അതെ, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളോ? ആരായി ഞങ്ങള്? ആ നമ്മളെ അതങ്ങ് മനസ്സ് വെച്ചേക്കാളാ. തനിക്ക് കാര്യസ്ഥം പണിയും കൊനഷ്ട ബുദ്ധിയും തന്നെയാ നല്ലത്. ഏതായാലും താങ്ക് യു വെരി മച്ച്. വരട്ടെ. അയ്യോ, കളിതമാശ പറയല്ലേ പിള്ളേരെ. കളിതമാശയൊന്നുമല്ല, ഞങ്ങൾ ഇനി കോളേജിലൊന്നും പോകുന്നില്ല. സസ്പെൻഷൻ പിൻവലിക്കണ്ടെന്ന് തന്റെ ഇരവിപ്പുള്ളോട് പറഞ്ഞേരെ. എവിടെയെങ്കിലും കുറെ തെങ്ങും തോപ്പോ എസ്റ്റേറ്റോ വാങ്ങിച്ചിട്ട് ഞാൻ പെണ്ണി വയ്ക്കാൻ വരുമെന്ന് അയാളോട് പോയി പറഞ്ഞേക്ക്. ഞാനും പിടിക്കണ കള്ളന്മാരെ ചത്താലും ഓടിക്കോ. അയ്യോ അയ്യോ, പറയാ സാറേ, പറയാ സാറേ, പറയാ. ആ തൊണ്ടി കള്ളന്മാര് കൊണ്ടുപോയേ, എന്റെ നിധി കൊണ്ടുപോയേ, എന്റെ നിധി കൊണ്ടുപോയേ. ആ കള്ള കണിയാനും കഥയും കണ്ടു എന്റെ നിധി കൊണ്ടുപോയേ. അവരെന്റെ നിധി കൊണ്ടുപോയേ. എന്റെ നിധി. കൊടുത്താലും പോലീസിന് പിടുത്തം കൊടുക്കല്ലേ പണിക്കരെ. നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ യൂണിയൻ പോലും ഇല്ലാത്തവർ എന്റെ നീതി കൊണ്ടുപോയി.
അറിയാവോ? വെട്ടി 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 ഇതെന്റെ വകയാണ്, ഞാൻ തരില്ല. ഇതെനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. എണീക്കടാ. ഞാൻ തരില്ല, തരില്ല. എനിക്കറിയാം. എന്റെ നിധി ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതെന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. അതാണ് സാറേ അതിന്റെ ന്യായം. അയ്യോ മാറ് മാറ് മാറാൻ. അവൻ ചായ പെണ്ണ് കൊണ്ടുപോയി. ഇവിടെ കിട്ടി.